ഹലോ 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 ഇന്നൊരു മട്ടൻ ബിരിയാണിയാണേ. ഒരു 1/2 കിലോ സവാള അരിഞ്ഞ് ഇട്ടിട്ടുണ്ട് കേട്ടോ, ഓയിൽ ഒഴിച്ചിട്ട്. പിന്നെ ഒരു സ്പൂണോളം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, സോഫ്റ്റായി വരാൻ വേണ്ടി. സവാള നല്ലോണം മിക്സ് ചെയ്യാം. സവാള നല്ല സോഫ്റ്റ് ആവണം കേട്ടോ, വഴണ്ടി വന്നാൽ തന്നെയാണ് അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ വരും. പിന്നെ കുറച്ച് പച്ചമുളക് ഇട്ടുണ്ട്, ഒരു 6-7 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മിക്സ് ചെയ്യുക. പിന്നെ 1/4 കിലോ ഉള്ളി, മനസ്സിലായോ? സവാളയുടെ പകുതി ഉള്ളി ഇടണം, ഉള്ളിയുടെ പകുതി വെളുത്തുള്ളി, വെളുത്തുള്ളിയുടെ പകുതി ഇഞ്ചി. അതാണ് ഇതിൻ്റെ ഒരു മെഷർമെൻറ്റ്. ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഉള്ളി ചതച്ചതാണേ, അതിട്ട് കൊടുക്കുന്നുണ്ട്. നല്ലോണം മിക്സ് ചെയ്യാം. ഉള്ളിയുടെ പച്ച സ്മെല്ല് പോകുന്നവരെ നമ്മളതിനെ ഒന്ന് വഴറ്റിയെടുക്കണം. പിന്നെ വേണ്ടത് വെളുത്തുള്ളി. ഞാൻ പറഞ്ഞു ഉള്ളിയുടെ പകുതി. എത്രയാണ് ഉള്ളി എടുത്ത് അതിൻ്റെ ഹാഫ് പോർഷനോളം വെളുത്തുള്ളി ഇടണം. വെളുത്തുള്ളീനെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി, ഒരുപാട് അരച്ച് പേസ്റ്റ് ആക്കുകയൊന്നും ചെയ്യരുത്, അപ്പോൾ അതിൻ്റെ ഒരു കയ്പ്പ് ടേസ്റ്റ് വരും. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യും. പിന്നെ വെളുത്തുള്ളിയുടെ പകുതി ഇഞ്ചി. ഇഞ്ചിനെ നല്ലോണം പേസ്റ്റ് ആക്കുക, അല്ലെങ്കിൽ നമുക്ക് കടിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ അത്ര രസം ഉണ്ടാവില്ല. അത് ഒഴിച്ച് നല്ലോണം വഴറ്റുക. എത്രത്തോളം വഴറ്റുന്നു അത്രത്തോളം ടേസ്റ്റ് കൂടുന്ന പറയാം. പിന്നെ വേണ്ടത് തക്കാളി. സവാള എത്രയാണോ എടുത്തത് അത്രയും തന്നെ തക്കാളി എടുക്കണം. ഓക്കെ, തക്കാളിനെ നൈസായിട്ട് കട്ട് ചെയ്തത് എടുക്കുന്നുണ്ട്. നല്ലോണം മിക്സ് ചെയ്യുക. ഇതൊരു 3/4 കിലോ മട്ടനാണേ. അതിനെ ഉപ്പും മുളകും ഗരം മസാല ഇട്ടിട്ട് വേവിച്ചെടുത്താണ്, അത് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വേണ്ടത് ഗരം മസാല കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാടായി കഴിഞ്ഞാലും കുത്തല് വരും, അതിൻ്റെ ഒരു ടേസ്റ്റ് ഭയങ്കരമായിട്ട് നിൽക്കും. നല്ലോണം മിക്സ് ചെയ്യുക. ഏകദേശം കുക്കായിട്ടുണ്ട് കേട്ടോ. പിന്നെ മെഷർമെൻറ്റ് ചെയ്ത് വെള്ളം ഒഴിക്കുക. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം, അതല്ലേ കണക്ക്. ആ ഒരു മെഷർമെൻറ്റിൽ വെള്ളം ഒഴിച്ചു കൊടുത്തു. തൈര് ഒഴിച്ചു. പുളിയുള്ള തൈരും പുളിയില്ലാത്ത തൈരും ഉണ്ട് കേട്ടോ, അപ്പോൾ അതുകൊണ്ടാണ് 2 ഇതായിട്ട് ഒഴിച്ചു. അത് ഒഴിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ തക്കാളി ഇട്ടിട്ടുണ്ടല്ലോ, പിന്നെ ഒരുപാട് തൈര് ആവശ്യമില്ല. ഇത് പാലക്കാടും എറണാകുളം ബിരിയാണിയുടെ ഒരു ബിറ്റ്വീൻ നിൽക്കണ ഒരു തൃശ്ശൂർ ടൈപ്പ് ബിരിയാണി എന്നൊക്കെ പറയാൻ പറ്റും. തൃശ്ശൂർക്കാർ എന്നെ ഓടിക്കല്ലേ. പിന്നെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ പാലക്കാടായതുകൊണ്ട് പാലക്കാട് ടൈപ്പ് ബിരിയാണി ഞാൻ ഉണ്ടാക്കും. മമ്മി എറണാകുളം ആയതുകൊണ്ട് മമ്മിയുടെ സ്റ്റൈൽ. അപ്പോൾ രണ്ടിൻ്റെയും കൂടി ഒരു കോമ്പിനേഷനാണിത്. മുളക് പൊടി ഇട്ടോ, കാശ്മീരി ഇട്ടാൽ നല്ല കളർ ഉണ്ടാകും. പിന്നെ നാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്, സീഡ് വീഴാണ്ട് ശ്രദ്ധിക്കണം. എന്നിട്ട് മൂടി വെക്കുക. ബേബി ഉണ്ട് കേട്ടോ ഹെൽപ്പ് ചെയ്യാനായിട്ട്, അവൻ ഡ്രസ്സൊന്നും ഇട്ടിട്ടില്ല. പിന്നെ വേണ്ടത് പുതിന. ഈ ബിരിയാണിക്ക് മെയിനായിട്ട് വേണ്ടത് പുതിന, മല്ലിയില. പുതിന ഇട്ട് കൊടുക്കുന്നത് ഇതിപ്പോൾ വീട്ടിലുണ്ടായതാണ് കേട്ടോ. അരിയണ്ട, ജസ്റ്റ് ഇങ്ങനെ ഇട്ടാലും മതി. നല്ല തള വരണം. മല്ലിയില നമുക്ക് കിട്ടിയില്ല, മല്ലിയിലും പുതിന വാങ്ങിക്കാൻ പോയപ്പോൾ കിട്ടിയില്ല. അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടായ പുതിനേനെ മാത്രം ഇട്ടു. അടച്ച് വയ്ക്കുക. നല്ല വെട്ടി തിളയ്ക്കണം. അപ്പോൾ വേണം റൈസ് ഇടാനായിട്ട്. റൈസ് നമ്മൾ ഏകദേശം ഒരു 1/2 മണിക്കൂറോളം കുതിർത്താനിടുക, സോക്ക് ചെയ്യാനിടുക. ഇത് ചെറിയ ജീരകശാലയാണേ, അതിട്ട് കൊടുക്കുന്നുണ്ട്. നല്ലോണം മിക്സ് ചെയ്യുക, അടച്ചു വയ്ക്കുക. ഈ സമയത്ത് നമ്മൾ എരിവ് ഉപ്പും ഒക്കെ നോക്കണം. ഉപ്പിടുമ്പോൾ ഇത്തിരി കൂടി നിന്നാൽ തന്നെയാണല്ലോ റൈസിന് എല്ലാത്തിനും സെറ്റ് ആവുക. അപ്പോൾ കുറച്ച് കൂടാൻ വെക്കണം.